ഷാലോസ് മിസ്റ്റിക്കൽ റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഷാലി സിജി. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കഴിഞ്ഞ ആഴ്ചത്തെ പോലെ തന്നെ പോത്തോസിന്റെ തന്നെ കോംബോ വന്നിട്ടുണ്ട് കേട്ടോ. പോത്തോസ് നല്ല അടിപൊളി പോത്തോസുകളുണ്ട്, ഫിലാഡൻഡോന്റെ കോംബോ ഉണ്ട്, പിന്നെ ഒത്തിരി പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട്. നല്ല സന്തോഷത്തിലാണ്. ഒത്തിരി പ്ലാന്റ്സുകൾ വരുമ്പോൾ നമുക്ക് അതനുസരിച്ചുള്ള ഒരു സന്തോഷവും ആ ഒരു വൈബും ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇന്നത്തെ കോംബോയിലേക്ക് പോയാലോ. 3 കോംബോയാണ് ഉള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ 2 പ്ലാന്റുകളുടെ 3 കോംബോയാണ് കേട്ടോ ഉള്ളത്. അപ്പൊ അതിനുശേഷം നമുക്ക് പ്ലാന്റ്സുകൾ കാണിച്ചു പോകാം. അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. കാറ്റലോഗിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാ പ്ലാന്റ്സുകളും കാറ്റലോഗിൽ ഉണ്ടാവും. കോംബോകളാണെങ്കിൽ ഇപ്പോൾ വീഡിയോയിൽ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ, അതല്ലാതെ കാറ്റലോഗിലേക്ക് കോംബോകൾ നമ്മൾ ഇടാറില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇന്ന കോംബോ വേണമെന്ന് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അവസാനം പറയാം. അപ്പോൾ ആദ്യത്തെ കോംബോ എന്ന് പറയുന്നത് നമുക്ക് 2 പ്ലാന്റുകളുടെ കോംബോയാണ്. ആദ്യത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് പോത്തോസ് ആണ് കേട്ടോ. ബ്ലാക്ക് പോത്തോസ് അല്ലെങ്കിൽ സിങ്കോണിയം എർത്രോഫില്ലം എന്ന് പറയും. രണ്ട് നമ്മൾ ഉപയോഗിക്കാറുള്ള ഒരു ഇതാണ്. അപ്പോൾ അതാ ഇങ്ങനെയാണ് വരുന്നത് ബ്ലാക്ക് പോത്തോസ് വരുന്നത്. ഇതാ ഇങ്ങനെ അടിഭാഗം ഇങ്ങനെയായിരിക്കും. ഇതാ ഇങ്ങനെ സിങ്കോണിയം ഫാമിലിയാണ്, പക്ഷെ നമ്മൾ ബ്ലാക്ക് പോത്തോസ് എന്നും കൂടെ പറയുന്നുണ്ട് കേട്ടോ. ഇതാ ഇങ്ങനെയാണ് പോട്ടുകൾ ഇത് വരുന്നത്. ഇതിന്റെ ചെറിയ തണ്ടുകളായിരിക്കും. നമുക്ക് പോത്തോസിന്റെ പോലെ അല്ലാതെ ചെറിയ തണ്ടുകളായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെയായിട്ട് ഇരിക്കുന്നത് കേട്ടോ. ഇതാ ഇങ്ങനെ കുറേ പ്ലാന്റുകൾ കൂട്ടി വെച്ചേക്കുന്നതാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ. ഇതാ ഇങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇൻഡോറിലേക്കൊക്കെ പറ്റും. പക്ഷേ ഈ ബ്ലാക്ക് കളർ ആയതുകൊണ്ട് കൂടുതൽ വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇതാ ഇങ്ങനെ ആദ്യത്തെ പ്ലാന്റ് ഇതാണ്. രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ ഓക്സികാർഡിയം റെഡ് എന്ന് പറയും. ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഓക്സികാർഡിയം നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ ഒരു എൻജോയ് പോത്തോസിന്റെ കൂട്ടത്തിൽ ഒരു ഓക്സികാർഡിയം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓക്സികാർഡിയം ഗ്രീൻ ആയിരുന്നു. അതിന്റെ ഇലയ്ക്ക് നല്ല ഗ്രീൻ കളർ ആയിരുന്നു. ഇതൊരു വെൽവെറ്റ് ഫിനിഷുള്ള ഒരു അടിഭാഗം ഒരു റെഡ് ടച്ച് വരുന്ന, അതിന്റെ തണ്ടുകളും ഒരു റെഡ് ടച്ച് വരുന്ന ഒരു ഇതാണ് വരുന്നത്. ഓക്സികാർഡിയം റെഡ് എന്ന് പറഞ്ഞിട്ട് വരുന്നതാണ് കേട്ടോ. ഫിലാഡൻഡോൺ വെറൈറ്റിയാണ് ഇത് വരുന്നത്. ഇതാ ഇങ്ങനെയാണ് പ്ലാന്റുകൾ വരുന്നത്. ഇതിന്റെയും തണ്ടുകൾ ചെറിയ തണ്ടുകളായിരിക്കും. പോത്തോസിനേക്കാളും ചെറിയ തണ്ടുകളായിരിക്കും. ഇത് പോത്തോസ് പോലെ തന്നെ നമുക്ക് തണ്ടുകളൊക്കെ കട്ട് ചെയ്ത് നമുക്ക് വേര് പിടിപ്പിക്കാവുന്നതുമാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടുമാണ് ആദ്യത്തെ പ്ലാന്റുകൾ വരുന്നത്. കോംബോ വരുന്നത് 250 ആണ് വരുന്നത്. 250 പ്ലസ് കൊറിയർ, 250 പ്ലസ് കൊറിയർ ആണ് വരുന്നത് 2 പ്ലാന്റുകൾ കൂടെ. താല്പര്യമുള്ളവർ വേഗത്തിൽ തന്നെ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. പിന്നെ രണ്ടാമത്തെ കോംബോ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നിയോൺ പോത്തോസും ഗോൾഡൻ മണി പോത്തോസും കൂടെ കോംബോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതില്ലാതെ നമ്മൾ മഞ്ജുള പോത്തോസിന്റെയും കോംബോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ മഞ്ജുള പോത്തോസ് ചെറിയ പോട്ടുകളായിരുന്നു. അപ്പോൾ ഒത്തിരി പേരുടെ ആവശ്യമായിരുന്നു ഇതേപോലെ തന്നെ വലിയ പോട്ടുകളുള്ള മഞ്ജുള പോത്തോസ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ആഴ്ച നമ്മൾ വലിയ പോട്ടുകളിലുള്ള മഞ്ജുളയും മാർബിളുമാണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിലും 2 പ്ലാന്റുകളാണ് കേട്ടോ ഈ കോംബോയിലുള്ളത്. അതാ ഇങ്ങനെ ആദ്യത്തെ പ്ലാന്റ് നമ്മുടെ മാർബിൾ മണി പ്ലാന്റ് ആണ്. ദാ ഇങ്ങനെ മാർബിൾ പോത്തോസ്, ഒരു മാർബിൾ ടച്ചൊക്കെ വരുന്ന ഒരു വെറൈറ്റിയാണല്ലോ. അതാ ഇങ്ങനെയാണ് പോട്ട് വരുന്നത്. 4-5 പോട്ടിൽ ഫുള്ളായിട്ട് വരുന്നത്. കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ പ്ലാന്റ്സുകൾ വാങ്ങിച്ചേക്കണവർക്ക് അറിയാം. ഒത്തിരി സന്തോഷമായിട്ട് ഒത്തിരി പേര് അതിൻ്റെ മെസ്സേജുകളൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ സ്റ്റാറ്റസ് ഒക്കെ ഇടണമെന്ന് വിചാരിച്ചു, പക്ഷെ അത്രയ്ക്കധികം തിരക്കായിരുന്നു. അത് കാരണം സ്റ്റാറ്റസ് ഒന്നും ഇട്ടിട്ടില്ല. എല്ലാവർക്കും നല്ല സന്തോഷമാണെന്ന് അറിഞ്ഞതിൽ സന്തോഷം. ഒത്തിരി എല്ലാ പ്ലാന്റ്സുകൾ തീർന്നു കേട്ടോ, സ്റ്റോക്കും കഴിഞ്ഞായിരുന്നു. ദാ ഇങ്ങനെയാണ് പ്ലാന്റുകൾ വരുന്നത്. ഇത് മാർബിൾ മണി. രണ്ടാമത്തെ ഈ കോംബോയിലെ രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് മഞ്ജുള പോത്തോസ് ആണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കൊണ്ടുവന്നത് ചെറുതായിരുന്നു. ഇതിപ്പോൾ ദാ ഇങ്ങനെ ഫുൾ പോട്ടായിട്ടാണ് വരുന്നത്. ഇത് കുറച്ച് പ്ലാന്റുകൾ അകത്തേക്ക് വെച്ചിട്ടുണ്ട്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും കേട്ടോ. ഇങ്ങനെ 4 ഇഞ്ച് പോട്ടിലാണ് വരുന്നത്. കുറച്ച് മാത്രം അകത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റുകൾ വരുന്നത് കേട്ടോ. ചെറുതായിട്ട് കട്ട് ചെയ്ത് ചിലപ്പോൾ ഒരു പാടുണ്ടാവും. അതായത് ഇപ്പോൾ നഴ്സറിയിൽ നിന്ന് കയറി പോരണമെങ്കിൽ നമുക്ക് ഇതിങ്ങനെ ഒത്തിരി ഹാങ് ചെയ്ത് വരുന്ന പരുവത്തിലാണെങ്കിൽ നമുക്കത് ഒടിഞ്ഞു പോകാനുള്ളൊക്കെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതിന് മുമ്പ് അവിടെ നിന്ന് തന്നെ അവർ കട്ട് ചെയ്ത് ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് ആ ഭാഗത്തുനിന്ന് ഇങ്ങനെ തളിരൊക്കെ ആയിട്ട് വന്നേക്കണ ഒരു പരുവത്തിലായിരിക്കും. ആ കട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതല്ല കേട്ടോ. അങ്ങനെ കൂടെ അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലും ഒക്കെ അങ്ങനത്തെ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ ഹാങ് ചെയ്ത് വരുമ്പോഴത്തേക്കും പാക്ക് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യേണ്ടതായിരിക്കും. അപ്പോൾ തന്നെ തിക്കായിട്ട് വളരും ചെയ്തോളൂല്ലോ. അപ്പം അങ്ങനെയുള്ളൊരു ഇത് ഇങ്ങനെ കട്ടിങ് പാഡ് ഉണ്ടാവുമായിരിക്കും കേട്ടോ.
അപ്പോൾ ദാ ഇങ്ങനെയാണ് ദാ ഇത് വരുന്നത്. ഏകദേശം ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളൊക്കെ ആയിരിക്കും. ദാ ഇതിന് രണ്ടിനും കൂടെ 350 ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കൊണ്ടുവന്നതിനേക്കാളും കുറച്ച് റേറ്റ് കൂടുതലാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഗോൾഡൻ മണി അതിന് റേറ്റ് കുറഞ്ഞ പ്ലാന്റുകളാണല്ലോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റുകളാണ്. ഇത്രയും തിക്കായിട്ടൊക്കെ വരുമ്പോഴത്തേക്കും 350 ആണ് വരുന്നത്. 350 പ്ലസ് കൊറിയർ, 350 പ്ലസ് കൊറിയർ ആണ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗത്തിൽ തന്നെ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. ഇതിങ്ങനെ തിക്കായിട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞ ഒത്തിരി പേരുണ്ടല്ലോ. അപ്പോൾ അതാ താല്പര്യമുള്ളവരൊക്കെ വേഗത്തിൽ തന്നെ മെസ്സേജ് ചെയ്തോളൂ. പിന്നെ നമുക്ക് ഫിലാഡൻഡോണ്ട് ഒരു കോംബോ ഉണ്ടല്ലോ. ഫിലാഡൻഡോണ്ട് ഇതാണ് വരുന്നത്. ഫൈബ്രാറ്റ ഫിലം എന്ന് പറയുന്നിട്ട് ഇതാ ഉള്ളൊരു വെറൈറ്റി. കൂടുതൽ ഷൂട്ടുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ നല്ല ഭംഗിയിൽ നമുക്ക് ഇതിൻ്റെ ഇലയുടെ പാറ്റേൺ വരുന്നത് ഇതാണ്. ഇങ്ങനെ ഒരു നങ്കറൈറ്റീസിൻ്റെ ഒക്കെ ഇലയുടെ ഒരു ടച്ച് വരും. പക്ഷെ നങ്കറൈറ്റീസിന് നമുക്ക് ഇലയിൽ അല്ല തണ്ടിൽ ഒരു മുള്ളു പോലെ വരുമല്ലോ. ഇതിനതില്ല കേട്ടോ, അങ്ങനെ ഇല്ല. ഇങ്ങനെ ഇതും സ്റ്റിക്കുമ്പോൾ കയറേണ്ടതാണ്. അപ്പോൾ നമുക്ക് സ്റ്റിക്കൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കാം. നിങ്ങൾക്ക് കട്ട് ചെയ്ത് ഓരോ നോഡ് വെച്ചിട്ട് തന്നെ ഫിലാഡൻഡോണ്ട് എല്ലാം അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ നോഡ് വെച്ചിട്ടൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് പ്ലാന്റ് വരുന്നത്. പ്ലാന്റിൻ്റെ ആ ഒരു ഭംഗി മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ആദ്യത്തെ പ്ലാന്റ് ഇത്. രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഫിലാഡൻഡോണ്ട് തന്നെ ആറ്റം എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ആറ്റത്തിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് വരുന്നത്. ഒരു പോട്ടിൽ ചിലതിലൊക്കെ ചെറിയൊരു ബേബി പ്ലാന്റും കൂടെ വരുന്നുണ്ട്. മിക്കതും തന്നെ സിംഗിൾ ഒറ്റ പ്ലാന്റ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഫിലാഡൻഡോൺ വളർത്തിയെടുക്കാവുന്നതാണല്ലോ. ഇതൊക്കെ ഒറ്റ പോട്ടിൽ ഒരെണ്ണമായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിന് അങ്ങനത്തെ ഉള്ള ഒരു ഇതാണ്. ഇത് നല്ല വലിപ്പം വയ്ക്കും കേട്ടോ. ഇത് രണ്ടും കൂടെയാണ് ഈ കോംബോ വരുന്നത്. ഈ രണ്ടിനും കൂടെ 430 ആണ് വരുന്നത്. 430 പ്ലസ് കൊറിയറാണ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗത്തിൽ തന്നെ മെസ്സേജ് ചെയ്തോളൂ. കുറേ ഫിലാഡൻഡോൺ വെറൈറ്റി നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് കാറ്റലോഗൊക്കെ നോക്കിക്കോളൂ. അപ്പോൾ ഇഷ്ടമുള്ള പ്ലാന്റ്സുകളൊക്കെ കാറ്റലോഗിൽ നിന്നും കൂടെ ഓർഡർ ചെയ്തോളൂ കേട്ടോ. പിന്നെ നമുക്ക് എയർ പ്ലാന്റ് വന്നിട്ടുണ്ട് കേട്ടോ. കുറേ നാളത്തെ എയർ പ്ലാന്റ് വന്നിട്ടുണ്ട്. എയർ പ്ലാന്റ് ലൊണാൻഡ എന്ന് പറഞ്ഞാൽ ഈ വെറൈറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് പൂവൊക്കെ വന്നോളും. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് വന്നേക്കുന്നത് കേട്ടോ. ഇതിന് 90 റുപ്പീസാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഓർമ്മയുള്ളതൊക്കെ ഞാൻ റേറ്റ് പറഞ്ഞു പോകും. അല്ലാത്തതൊക്കെ കാറ്റലോഗിൽ നോക്കിയാൽ മതി. ഇത്രയും പ്ലാന്റുകൾ വരുമ്പോൾ നമുക്ക് റേറ്റ് ഓർമ്മയിൽ വരില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കാറ്റലോഗ് എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ കാറ്റലോഗ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങളൊന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാറ്റലോഗ് നോക്കാതെ ഓർഡർ ചെയ്യാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ കാറ്റലോഗിൽ നിന്ന് കാർട്ട് ആഡ് ചെയ്തിട്ടാണല്ലോ എന്തായാലും ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ കാറ്റലോഗ് നോക്കി കഴിഞ്ഞാൽ എല്ലാ ഇതിൻ്റെ ഫോട്ടോ സഹിതം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഒന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ. ഇത് നമ്മളുടെ ഡിഷിഡിയ വെറൈറ്റി, ഡിഷിഡിയ ഗ്രീൻ എന്ന് പറഞ്ഞിട്ട് വെറൈറ്റി ഇങ്ങനെ വരുന്നുണ്ട്. അത് പോട്ട് ഉണ്ടായിരിക്കില്ല കേട്ടോ. പോട്ട് മാറ്റിയിട്ടായിരിക്കും നമ്മൾ പ്ലാന്റ്സുകൾ വിടുക. കൊക്കോപീറ്റിലൊക്കെ വരുന്ന പ്ലാന്റ്സുകൾ അതുമല്ല കുറേ തണ്ടുകൾ ചേർത്ത് നട്ടേക്കുന്ന പ്ലാന്റ്സുകൾ ആകുമ്പോഴത്തേക്കും നമുക്ക് പോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊതിയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പോട്ട് മാറ്റിയിട്ട് നമ്മൾ വിടുക. അല്ലെങ്കിൽ കൊക്കോപീറ്റും എല്ലാം തെറിച്ച് പുറത്തേക്ക് പോയിട്ട് ചെടി ഡാമേജ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതനുസരിച്ചുള്ള പ്രിക്കോഷനൊക്കെ എടുത്തിട്ടാണ് പ്ലാന്റ്സുകൾ പാക്ക് ചെയ്യുന്നത്. ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ ആ ഒരു ഭംഗി വരുന്നത് കേട്ടോ. നല്ല ഹാങ് ചെയ്ത് വരുന്ന നല്ലൊരു പരുവത്തിലാണ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഇത് ഒട്ടും തന്നെ കെയറിങ് ആവശ്യമില്ലാത്തതാണ് കേട്ടോ. ഇതൊക്കെ തണ്ടൊക്കെ വേഗത്തിൽ തന്നെ നമുക്ക് കൊക്കോപീറ്റിലൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ വന്നേക്കുന്നത് നമുക്ക് പെപ്രോമിയ വെറൈറ്റി കണ്ടാലോ. പെപ്രോമിയ എന്ന കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളൊരു വേരിഗേറ്റഡ് വെറൈറ്റി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ പെപ്രോമിയയുടെ ഏത് വെറൈറ്റിയാണ്? പെപ്രോമിയ ഗോൾഡൻ ഗേറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റി കേട്ടോ. ഇത് നല്ല ഭംഗിയിൽ ഉള്ള പ്ലാന്റുകളാണ് ഇത് വരുന്നത്. ഇങ്ങനെ. പിന്നെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കൊണ്ടുവന്നത് ഈ പ്ലാന്റ് ആയിരുന്നു. ഇതായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ കേട്ടോ. അപ്പോൾ ഏകദേശം പെട്ടെന്ന് മനസ്സിലിരിക്കുന്നത് ഇതുപോലെ തന്നെയല്ലേ എന്ന് തോന്നും. അതുകൊണ്ടാണ് രണ്ടും കൂടെ ഞാൻ എടുത്തു വെച്ചത്. കുറച്ച് മാത്രമേ സ്റ്റോക്കിലുള്ളൂ. ബാക്കിയൊക്കെ തീർന്നേക്കുവാണ്. കുറച്ച് ഒരു 3-4 എന്താണ്ടാണ് സ്റ്റോക്കിലുള്ളൂ. ഈ വെറൈറ്റി ഇത് നമുക്ക് സ്റ്റോക്കിലുണ്ട് കേട്ടോ. ഇത് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ വ്യത്യാസം ഇതാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഓർഡർ ചെയ്തേക്കണവർ ഇതും കൂടെ ഓർഡർ ചെയ്തോളൂ. വെറൈറ്റികളാണ്. പിന്നെ ഇതിൻ്റെ തന്നെ ഗ്രീൻ വെറൈറ്റി സ്റ്റോക്കിലുണ്ട് കേട്ടോ. ഇത് പെപ്രോമിയ ഗ്രീൻ വെറൈറ്റി. ഇങ്ങനെ ഒരു പോട്ടിൽ തന്നെ കൂടുതൽ ഷൂട്ടുകളൊക്കെ ആയിട്ട് ഇതും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഒരു പോട്ടിൽ 3-4 പ്ലാന്റുകൾ ചേർത്ത് വെച്ചേക്കുന്നതാണ് ആദ്യം കാണിച്ചതും. ഇതും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇങ്ങനെ തണ്ടുകൾ ചേർത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇത് വെറുതെ ഗ്രീൻ വെറൈറ്റി കേട്ടോ. ഇതിന്മേ എന്താ പറയുക വേറെ ഡിസൈനൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതും അങ്ങനെയൊക്കെ തന്നെ ഇതൊക്കെ പെട്ടെന്ന് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇതിൻ്റെയൊക്കെ വേര് നന്നായിട്ട് ഇതിലേക്ക് പിടിച്ചേക്കുന്നതാണ് കേട്ടോ. ഇത് കണ്ടോ വേര് നന്നായിട്ട് ഇതിൻ്റെ വേര് ഒരു ഡാർക്ക് കളർ വേരാ. അപ്പോൾ ഇത് കൊക്കോപീറ്റിലേക്കൊക്കെ നന്നായിട്ട് പിടിച്ചേക്കുവാണ്. അപ്പോൾ നമുക്ക് അധികം ചിലപ്പോൾ കളയാൻ പറ്റിയെന്ന് വരും. നമ്മൾ പോട്ടിൽ നിന്ന് എടുത്ത് കഴിയുമ്പോഴാണ് എങ്ങനെ കൊക്കോപീറ്റ് കൂടുതൽ കളയാൻ പറ്റുമെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതനുസരിച്ചുള്ള മുൻകരുതലുകൾ എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ചിലപ്പോൾ കൊക്കോപീറ്റ് കളയാതെ തന്നെയായിരിക്കും വിടുക കേട്ടോ.
പിന്നെ പീസ് ലില്ലി നമ്മുടെ കാറ്റലോഗിൽ 200-ന്റെ ഉണ്ട്. അതല്ലാതെ ഇത് വരുന്നത് 100-ന്റെ പ്ലാന്റുകളാണ്. ഇത് കണ്ടോ, ഈ ഒരു സൈസിലുള്ള. ചിലതിലൊക്കെ ചെറിയൊരു ബേബി പ്ലാന്റും 2-3 ബേബി പ്ലാന്റ് ഒക്കെ ആയിട്ടാണ് ചിലതിലൊക്കെ കേട്ടോ. ചിലതിൽ സിംഗിൾ പ്ലാന്റ് ആയിരിക്കും. എല്ലാത്തിലും തന്നെ പൂക്കൾ ഈ ഒരു സൈസിലുള്ള പൂക്കൾ ഉണ്ടാവുമായിരിക്കും കേട്ടോ. പിന്നെ മിക്കാഡോ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. സാൻസവേരിയ മിക്കാഡോ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഒരു പോട്ടിൽ 3, 4, 5 എണ്ണം വീതം ചേർത്ത്. 5 എണ്ണം ആയിരിക്കും കേട്ടോ. അത് തന്നെ ഏതായാലും തന്നെ 5 എണ്ണം ആയിരിക്കുമല്ലേ, മിക്കതും തന്നെ 5 എണ്ണം ആയിരിക്കും. 4 അല്ലെങ്കിൽ 5 അങ്ങനെ ചേർത്ത് വച്ചേക്കുന്നതാണ് കേട്ടോ. തിക്കായിട്ടൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള പ്ലാന്റുകളാണ്. പിന്നെ ഈ ഒരു അഗ്ലോണിമ വന്നിട്ടുണ്ട്. ഒരു പോട്ടിൽ 2 എണ്ണം ആയിരിക്കും വരിക. ഇത് നല്ല കളറൊക്കെ ആയിട്ടുള്ള വരുന്ന വെറൈറ്റിയാണ് കേട്ടോ. കാറ്റലോഗിൽ കിടക്കുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 450 അല്ലേ, 450 റേറ്റ് വരുന്നത് കേട്ടോ. ഒരു പോട്ടിൽ 2 പ്ലാന്റ് ആയിരിക്കും. പിന്നെ ചെറിയ കളറിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങനെ വ്യത്യാസങ്ങളുള്ളത് ഫോട്ടോ തന്നിട്ടാണ് കേട്ടോ ഓർഡർ എടുക്കുള്ളൂ. എന്തെങ്കിലും ഇപ്പം നമ്മൾ ഇത് വീഡിയോയിൽ കാണിക്കുന്നേക്കാളും ഏതെങ്കിലും പ്ലാന്റ്സിന് വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് ഞാൻ കാണിച്ചിട്ട് മാത്രമാണ് കേട്ടോ ഫോട്ടോ. ചെറിയ കളറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സൈസിലൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ കാണിച്ചിട്ട് മാത്രമാണ് കേട്ടോ ഓർഡർ എടുക്കുള്ളൂ. പിന്നെ അതിന് വേണ്ടിയിട്ട് ഫോട്ടോ തരാനായിട്ട് പറയണ്ട. കാരണം നമ്മൾ കാണിക്കുന്നതാണ് ഏകദേശം വിടുള്ളൂ. വേറെ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല. കാണിക്കുന്ന ഒരു സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും. അപ്പോൾ വ്യത്യാസങ്ങളുള്ളത് ഞാൻ തന്നെയായിട്ട് ഫോട്ടോ തരും കേട്ടോ. പിന്നെ ഇത് നമ്മളുടെ ഇതിൻ്റെ പേര് മറന്നു കേട്ടോ. പേര് മറന്നു, ഓർത്തിരുന്നതായിരുന്നു മറന്നു. ഓർക്കുന്നുണ്ടോ ചേട്ടാ? ഓർക്കുന്നുണ്ടോ? ഓർമ്മയിൽ വരുന്നില്ല. കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാറ്റേൺ ഇത് ഒത്തിരി പേര് ചോദിക്കുന്നതാണ്. നമുക്ക് കിട്ടാത്ത പ്ലാന്റുകളാണ്. അപ്പോൾ നഴ്സറികളിൽ അധികം കിട്ടാത്തതാണ്. ഇങ്ങനെ നല്ല ഒരു വെൽവെറ്റ് ഫിനിഷും ഒക്കെ കൂടി ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഇതും കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഒരു 3-4 ഷൂട്ടുകളൊക്കെ ചേർത്ത് വെച്ചേക്കുന്നതാണ്. കാറ്റലോഗിൽ ഉണ്ട് കേട്ടോ. ഒത്തിരി റേറ്റ് ഒന്നുമില്ല. 120 അങ്ങനെ ഏതാണ്ട് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. പിന്നെ വരുന്നത് ഇത് നമ്മളുടെ ജെൻമിനി, ആന്തൂറിയം വെറൈറ്റി ജെൻമിനി ഇപ്പോൾ സ്റ്റോക്കിലുണ്ട്. ഈ ഒരു സൈസിലുള്ള നല്ല അടിപൊളി പ്ലാന്റുകളാണ് കേട്ടോ വരുന്നത്. പിന്നെ വരുന്നത് ഇത് പാരസോൾ എന്ന് പറഞ്ഞിട്ട്, ഇത് ബാമ്പിനോ അത് തന്നെ കാണിക്കാം, എന്നാലും അതിൻ്റെ വ്യത്യാസം മനസ്സിലാവുള്ളൂ. ഇത് നമ്മളുടെ ബാമ്പിനോ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. അലക്കേഷ്യ വെറൈറ്റി കേട്ടോ. ഒരു പോട്ടിൽ 2 എണ്ണം ആയിരിക്കും. ഏകദേശം ഈ സൈസിലുള്ള ഒരേ സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കില്ല. ചിലപ്പോൾ ഒരെണ്ണം വലിയതും ഒരെണ്ണം ചെറുതും അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കണ്ട ഒരേ സൈസിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ. ഒരു പോട്ടിൽ അങ്ങനെയൊക്കെയുള്ള പ്ലാന്റുകളാണ്. അപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും കേട്ടോ. ഒരെണ്ണം വലിയതും ആയിരിക്കും, ഒരെണ്ണം കുറച്ചതായിട്ട് ചെറുതുമായിരിക്കും കേട്ടോ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. ചിലത് ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് പറയാൻ കിട്ടുന്നില്ല. ഇങ്ങനെ ഇത് ബാമ്പിനോ കേട്ടോ. ഇത് പിന്നെ പാരസോൾ എന്ന് പറഞ്ഞിട്ട് അലക്കേഷ്യ വെറൈറ്റി പാരസോൾ എന്ന് പറഞ്ഞിട്ട്, പാരസോൾ അല്ലേ? അതെ, പാരസോൾ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി. അപ്പോൾ ഇതിൻ്റെ തന്നെ ആ കളറും ഇതും കാണുമ്പോഴത്തേക്കും ഇത് തന്നെ സെയിം ആണോ എന്ന് വിചാരിക്കരുത്. ഇതിങ്ങനെയാണ് ഇതിൻ്റെ ഒരു മിനിയേച്ചർ ടൈപ്പ് എന്ന് പറയാം. നല്ല ഭംഗിയിൽ ചെറിയ ഇലകളൊക്കെ ആയിട്ട് അതിനെ നിറച്ചും പാറ്റേൺ. ഇങ്ങനെയൊക്കെയുള്ള സൈസിലുള്ള 2 പ്ലാന്റുകളായിരിക്കും കേട്ടോ. ഇങ്ങനെ ഇതൊരു മിനിയേച്ചർ വെറൈറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയായിരിക്കും, ഇത്രയും പൊക്കമൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇങ്ങനെ 2 പ്ലാന്റുകളൊക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ വരുന്നത് നമ്മളുടെ 3 വെറൈറ്റി നമുക്ക് കലാത്തിയ സ്റ്റോക്കിലുണ്ട്. ഇതാണ് ഒരെണ്ണം. ഇത് നമ്മുടെ റോസാപിറ്റിക്ക റോസി, ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്. പിന്നെ ഗ്രീൻ ലിപ്സ്റ്റിക് സ്റ്റോക്കിലുണ്ട്. ഇത് ഗ്രീൻ ലിപ്സ്റ്റിക്. പിന്നെ നമ്മളുടെ വിറ്റാറ്റ അല്ലേ? ഇത് കേട്ടോ വിറ്റാറ്റ, അതും സ്റ്റോക്കിലുണ്ട്. ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ പ്ലാന്റുകൾ വരുന്നത്. പിന്നെ വരുന്നത് എപ്പിപ്രേമം പിന്നാറ്റം വേരിഗേറ്റഡ്, ആ പ്ലാന്റ് സ്റ്റോക്കിലുണ്ട്. നമ്മുടെ മണി പ്ലാന്റിനോട് ഏകദേശം സാമ്യമുള്ള വേരിഗേറ്റഡ് വെറൈറ്റിയാണ് ഇത് വരുന്നത്. ഇത് ഒത്തിരി പേര് ചോദിക്കുന്നതാണ്. ഒരു എപ്പിപ്രേമം നമ്മളുടെ ഇതിൽ കിടക്കുന്നുണ്ടല്ലോ, കാറ്റലോഗിലില്ല, ഒരു എപ്പിപ്രേമം കാറ്റലോഗിലുണ്ട്. അതുകൂടാതെ ഇങ്ങനെയാണ് വരുന്നത്. നമ്മുടെ മണി പ്ലാന്റ് വേരിഗേറ്റഡ് ഒക്കെ ആയിട്ടൊക്കെ ചിലർ പറയാറുണ്ട്. ഇതെങ്ങനെയാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയിൽ ഇങ്ങനെ വരുന്ന നല്ല അടിപൊളി പ്ലാന്റ് കേട്ടോ. കൂടുതൽ ഷൂട്ടുകൾ ഉണ്ടായിരിക്കും. നമ്മൾ വരുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ വിടുകയുള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഞങ്ങൾക്ക് റേറ്റ് സെർച്ച് ചെയ്യുമ്പോൾ ചിലവർ ഇത് റേറ്റ് കുറച്ചിട്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ നിന്ന് തന്നെ കുറേ ഇപ്പം ഞാൻ പോത്തോസൊക്കെ കാണിച്ചല്ലോ, അതിൽ നിന്ന് ഒരു പകുതി ഒരു 3-4 മാറ്റിയെന്ന് വെച്ചാൽ ആരും അറിയാൻ പോണില്ല. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു സെയിലില്ല, നമ്മൾ മാറ്റിയില്ല. വരുന്ന പ്ലാന്റുകൾ ഏത് രീതിയിലാണ് ആ ഭംഗിയിൽ തന്നെ ആ ഒരു ഇതിൽ തന്നെ നമ്മൾ വിടുക. അങ്ങനെ വിടുമ്പോഴാണ് പ്ലാന്റുകൾ നിങ്ങൾക്ക് പിടിച്ചു കിട്ടാനും ഒക്കെ കൂടെ എളുപ്പമായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ വിടുക.
പലരും പല രീതിയിലാണല്ലോ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെയായിരിക്കും സെയിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, കമ്പയർ ചെയ്യുമ്പോൾ അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക എന്ന് മാത്രം. ഇതാ ഇങ്ങനെ ഇത് വരുന്നത് നമ്മളുടെ ചോക്ലേറ്റ് ടിംബർസ്. ഇത് നമുക്ക് നേരത്തെ വന്നേക്കുന്നതാണ്. ഇപ്പം ഇത് സ്റ്റോക്കിലുണ്ട് കേട്ടോ. ഈ ഒരു സൈസിലുള്ള ഏകദേശം ഈ ഒരു സ്റ്റോക്കിലുള്ള പ്ലാന്റ്സുകളായിരിക്കും. പിന്നെ ഇലയ്ക്ക് ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുമ്പോൾ ഇത്രയും പ്ലാന്റുകൾ, വലിയ പ്ലാന്റുകളൊക്കെ ചിലപ്പോൾ ഒന്ന് കവർ ചെയ്ത് അപ്പോൾ ശരിക്കും പേപ്പറൊക്കെ ഇട്ട് അങ്ങനെ കവർ ചെയ്തിട്ടായിരിക്കും വരുന്നത്. എങ്കിൽ കൂടെ 2 പ്ലാന്റുകളൊന്ന് ചേർത്ത് വെക്കുമ്പോൾ ചെറുതായിട്ടൊരു ഇലയ്ക്കൊക്കെ ചെറിയൊരു പൊട്ടലൊക്കെ ഉണ്ടാവുമായിരിക്കും കേട്ടോ. അതൊരു വലിയൊരു ഡാമേജ് ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടാവുമായിരിക്കും കേട്ടോ ചില പ്ലാന്റുകൾക്ക്. എല്ലാത്തിനും ഒന്നും പറയില്ല കേട്ടോ ഞാൻ. പിന്നെ ഇതാ സൺറെഡ്, നല്ല അടിപൊളി പ്ലാന്റ് കേട്ടോ. ചിലതിലൊക്കെ 2 ഷൂട്ടുകളൊക്കെ ആയിട്ടാണ്, ഇതിപ്പോൾ 1 ഷൂട്ടേ ഉള്ളൂ കേട്ടോ. ഇതാ ഇങ്ങനെ നല്ല പ്ലാന്റ്, നല്ല കരുത്തുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഇപ്രാവശ്യം വന്നേക്കുന്നത്. ഞാനെല്ലാം നല്ല പ്ലാന്റ് എന്ന് പറയും. ചില പ്ലാന്റുകൾ ഞാൻ എടുത്തു പറയുമല്ലോ, നിങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. എടുത്ത് പറയുന്നതൊക്കെ അടിപൊളി പ്ലാന്റുകളായിരിക്കും. ഇത് സ്ക്വാമിഫറം എന്ന് പറയുന്നിട്ടുള്ള ഫിലാഡെൻഡ്രോൺ വെറൈറ്റി. ഇതാ ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ ഇലയുടെ പാറ്റേൺ വരുന്നത്. ഇതാ ഇതിൻ്റെ തണ്ട് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ചിലർ തണ്ട് ചോദിക്കാറുണ്ട്, ചിലർ ഇലയുടെ അടിഭാഗം എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഇങ്ങനെ പൊക്കി കാണിക്കുന്നതും പിന്നെ തണ്ടിൻ്റെ കറക്റ്റായിട്ട് പറയുന്നത് കേട്ടോ. ചില വെറൈറ്റിക്ക് തണ്ടിനായിരിക്കും പ്രത്യേകത. നങ്കറൈറ്റീസിന് ഇതേപോലെ ഇങ്ങനെ മുള്ളു പോലെ ഉണ്ട്. മുള്ളല്ല കേട്ടോ, ചെറിയൊരു ഇത് എന്താ പറയുക, തൊടുമ്പോൾ നല്ല രസം. ഇതാ ഇങ്ങനെ ഒരു റെഡ് കളർന്നിട്ടുള്ള ഒരു മെറൂൺ കളർന്നിട്ടുള്ള ഒരു തണ്ടാണേ. അതാ ഇവിടെ നങ്കറൈറ്റീസ് ഇരിപ്പുണ്ടല്ലോ. എന്താ നമ്മുടെ നങ്കറൈറ്റീസ് ഫുൾ പോട്ട് കേട്ടോ. നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഫിലാഡെൻഡ്രോണൊക്കെ മാത്രം കളക്ട് ചെയ്യാൻ ഒത്തിരി പേരുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ തണ്ട് കണ്ടോ, അത് കണ്ടോ, തണ്ട് കണ്ടു കഴിയുമ്പോൾ ഒക്കെ മനസ്സിലാവും. അതിൻ്റെ ഇലകളുടെ എല്ലാത്തിൻ്റെ അടിയിൽ അങ്ങനെയായിരിക്കും. ഇതിൻ്റെയും അതേപോലെ തന്നെ കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് സ്റ്റോക്കിലുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഇത് നോക്കിക്കോളൂ. ഇതൊക്കെ കൂടുതൽ ഷൂട്ടുകൾ ഇങ്ങനെ ചേർത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. നിങ്ങൾ അതാണ് ഞാൻ പറഞ്ഞ റേറ്റുകൾ നോക്കുമ്പോൾ അതും കൂടെ നിങ്ങൾക്ക് നോക്കാം. കുറേ പേരുണ്ട്, കുറേ ചേച്ചിമാരുണ്ട് അടുത്തുള്ള വീട്ടിൽ, അവരും കൂടെ ഇത് ചെയ്ത് വാങ്ങിക്കുന്നവർ, കമ്പൈൻ ചെയ്ത് വാങ്ങിക്കുന്നവർ. അപ്പോൾ ഇതിൻ്റെ പകുതി എടുത്തിട്ട് അവർക്ക് കൊടുക്കും, ഇത് കൊടുക്കും. അപ്പോൾ റേറ്റിൽ നോക്കുമ്പോൾ നല്ല ലാഭമായിരിക്കും. അങ്ങനെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. കുറച്ച് കൂട്ടുകാർ ചേച്ചിമാരുണ്ട്, അങ്ങനെ അവരങ്ങനെ ചെയ്യുന്നത്. ഇത് നമ്മളുടെ ബില്ലറ്റ്. ഇങ്ങനെ ഈ ഒരു സൈസിൽ ഒരു യെല്ലോ ഒരു ഇതായിരിക്കും കേട്ടോ. പിന്നെ ബെർക്കിൻ സ്റ്റോക്കിലുണ്ട്. ഇത് നമ്മളുടെ വരുന്നത് ഇതിൻ്റെ ആറ്റബോബോൺസ്. അതാ ഇത് കൂടുതൽ ഷൂട്ടുകൾ ചേർത്ത് വെച്ചേക്കുന്നതാണ്. ഇത് നല്ല ഇല, നല്ല വലിപ്പം വയ്ക്കും കേട്ടോ. ഓരോരോ ഇലകൾ കഴിയുന്നതോറും നല്ല ഭംഗിയിൽ നമുക്ക് വലിപ്പം വയ്ക്കും. ഇതൊക്കെ സ്റ്റിക്ക് കൊടുത്ത് വളർത്തേണ്ട പ്ലാന്റാണ്. അപ്പോൾ ഇത്രയും സ്റ്റിക്കായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഒറ്റ സ്റ്റിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചുറ്റും ഇങ്ങനെ വളർന്നു വന്നോളൂല്ലോ. ഇത് ഏതാണ്? ഓറഞ്ച് പ്രിൻസസ്. ഇതാ ഇങ്ങനെ നല്ല ഓറഞ്ച് കളറായിട്ട് ഇത് സ്റ്റോക്കിലുണ്ട്. ബാക്കി പ്ലാന്റ്സുകളൊക്കെ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ടല്ലോ. പുതിയ വെറൈറ്റികൾ വന്നേക്കുന്നത് ഏകദേശമൊക്കെ കാണിച്ചു എന്ന് തോന്നുന്നു. ബാക്കിയൊക്കെ ഉള്ളത് കാറ്റലോഗിൽ കൊടുത്തേക്കാം. കാറ്റലോഗിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാം കൂടി ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഓർഡർ ചെയ്തോളൂ കേട്ടോ. പിന്നെ പോട്ടുകൾ ഉണ്ടായിരിക്കില്ല, പോട്ടുകൾ മാറ്റിയിട്ടായിരിക്കും നമ്മൾ പ്ലാന്റ്സുകൾ വിടുക. പ്രൊഫഷണൽ DTDC 2 കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാന്റ്സുകൾ അയക്കുക. പിന്നെ അത്യാവശ്യമുള്ളവർക്ക് പോസ്റ്റ് ഓഫീസ് വഴി അയക്കും കേട്ടോ. വേറെ ഒന്നും പ്രത്യേകിച്ചില്ല എന്ന് തോന്നുന്നു. എല്ലാം തന്നെ പറഞ്ഞു പോയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.